ടാൽറോപ്പ് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ KL സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തൊഴിൽ ഭവനിൽ ചർച്ച നടക്കുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരുടെ പ്രതിനിധികൾ, കമ്പനി അധികൃതർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളം, സെറ്റിൽമെന്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ കമ്പനിയെപ്പറ്റി പല പരാതികൾ ഉയർന്നു വരുന്നു. എന്നാണെങ്കിലും ജീവനക്കാർക്ക് പെട്ടെന്ന് തന്നെ ജോലി നഷ്ടമാവുന്നു. അവരുടെ ഒരു ഭാവി, അവരുടെ ഒരു വരുമാനം, അവരുടെ ഒരു ജീവിതം, അവരുടെ മനസ്സിലുണ്ടാവുന്ന ആശങ്ക, ഇനിയൊരു ജോലി കണ്ടെത്തണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ഒരു തീരുമാനം, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമോ ഗോകുൽ? ഷിഹാസ്, ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതും. ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറച്ച് ജീവനക്കാരും അതേപോലെ തന്നെ കമ്പനി ഉടമകളടക്കമുള്ളവരാണ് ഇപ്പോൾ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുമായിട്ട് ചർച്ച നടക്കുന്നത്. 2 മണിക്കാണ് ഈ ചർച്ച തുടങ്ങുന്നത്. എന്തായാലും ജീവനക്കാർക്ക് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ശമ്പളം കിട്ടാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. അതായത് ശമ്പളം ജോയിൻ ചെയ്ത സമയത്ത് മാത്രമാണ് പല ജീവനക്കാർക്കും ലഭിച്ചിട്ടുള്ളത്. ആദ്യ മാസത്തെ ശമ്പളം, അതിനുശേഷം പിന്നീട് ശമ്പളം ഈ നിക്ഷേപകരെ കണ്ടെത്തിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ തരത്തിലുള്ള കാര്യത്തിലേക്ക് കമ്പനി കടക്കുന്ന ഒരു ഘട്ടം കൂടി കണ്ടതാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് തൊഴിൽ വകുപ്പ് വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ജീവനക്കാർക്കും 6-7 മാസത്തെ ശമ്പളം ലഭിക്കുവാനുണ്ട്. അതിനുമേറെ സമയകാലത്തെ ശമ്പളം ലഭിക്കാൻ ഉള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഈ 300 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അതിന്റെ സെറ്റിൽമെന്റ് തുകയടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ജീവനക്കാരെ മറ്റിടങ്ങളിലേക്ക് പുനർവിന്യസിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ്. IT വകുപ്പുമായി ചേർന്ന ഈ ജീവനക്കാരെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ജോലി നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചർച്ചയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ തൊഴിൽ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് കമ്പനികളിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായും ബന്ധപ്പെട്ടും നിരവധി പരാതികൾ കൂടി തൊഴിൽ വകുപ്പിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ജീവനക്കാർ നേരിട്ട വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ജീവനക്കാരെ ഈ കമ്പനി ഉടമകൾ ഭീഷണിപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൊഴിൽ വകുപ്പ് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ചർച്ച ഇപ്പോൾ 4 മണിയോടുകൂടി തന്നെ കഴിയും. അതിനുശേഷം കമ്പനി ഉടമകളും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നവരും പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഷിഹാസ്, ശരി ഗോകുലി, ഒരു ചർച്ചയുടെ പുരോഗതി എന്താണെന്നുള്ളത് നമുക്ക് ചർച്ച തീരുന്നതിനനുസരിച്ച് ഈ വാർത്തയിലേക്ക് വീണ്ടും തിരിച്ചെത്താം.